പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളം സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഈ പ്രതിഷേധം അവസാനിച്ചോ നടരാജ്? അമൃത, വൻ പ്രതിഷേധമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയത്. വലിയ പ്രക്ഷോഭമായിരുന്നു. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടുകൂടി ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രകടനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. OJ ജനീഷ് ഉണ്ട് നമ്മോടൊപ്പം. എങ്ങനെയാണ് ഈ പ്രകടനം? വരും ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം തുടരാനാണ് തീരുമാനം? തീർച്ചയായിട്ടും ഈ പ്രതിഷേധ സമരം ഞങ്ങൾ തുടരും. ഇവിടെ നിയമത്തിന്റെ ഭാഷയിൽ, നീതിയുടെ ഭാഷ പോലീസ് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ തെരുവിന്റെ ഭാഷ തിരിച്ച് പോലീസിനോട് സംസാരിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറാകും. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ ഇത്രത്തോളം മൃഗീയമായ രീതിയിൽ മർദ്ദിച്ചിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്വൈര്യമായി വിഹരിക്കാമെന്നുള്ളതാണ് കരുതുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ചെറുത്തുനിൽപ്പും അതിശക്തമായ പ്രതിഷേധവും ഉണ്ടാകും. ഇവിടെ ശുചിത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് സമാനതകളില്ലാത്ത അക്രമമാണ്. മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും അത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഷ. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം തുടരുമെന്ന് മുതിർന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അറിയിക്കുന്നുണ്ട്. വലിയ പ്രക്ഷോഭമാണ് കണ്ടത്. പലതവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും ഈ പ്രക്ഷോഭം തുടരുമെന്നും നടപടി ഉണ്ടാവുന്നതുവരെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. അമൃത. ശരി, നടരാജ് പരശുറാമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.